അപ്പുറത്തെ കരയിൽ കുറെ പേര് നിൽക്കുകയാണ്, അവിടെ ഒരു ഡോക്ടർ ഇല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ മലവെള്ളം പാച്ചിലിനിടയിൽ ആ പാലമൊന്നുമില്ല, ഇതുപോലെ റോപ്പിൽ കൂടെ ഈ കുട്ടിക്ക് ആണെങ്കിൽ വെള്ളം പേടിയാണ്, ഹൈറ്റ് പേടിയാണ്. പക്ഷെ എന്നിട്ടും ഒരാളെ സഹായിക്കണം, ഒരാൾക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനം കിട്ടുമെന്ന് വെച്ചിട്ട് അപ്പുറത്ത് കടന്ന് ശരിക്കും അതൊക്കെയാണ് ശരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ. അതൊക്കെയാണ്, അതുവരെയൊക്കെയാണ് ശരിക്കും നമ്മൾ ആദരിക്കേണ്ട, അവരെയൊക്കെയാണ്. അല്ലാതെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊക്കെ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് കെയറിങ് അല്ലെ, കെയറിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മള് ഈ ഫയർഫോഴ്സിലെ ജോലിയുടെ ഭാഗമാണ് നമ്മൾ പറയുമെങ്കിൽ കൂടെ എന്തുമാത്രം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സൈന്യ പട്ടാളം എത്രയോ ദിവസം എത്രയോ മണിക്കൂറുകൾ ഉറങ്ങാതിരുന്ന്, ആരും പോലും കഴിക്കാതെ, ടോയ്ലറ്റിൽ പോലും പോകാതെ അവർ ആ പാലം ബിൽഡ് ചെയ്തു. എത്രയോ ആൾക്കാർ ഇവൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലത്ത് എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. ടെക്നിക്കലി അവിടെ നിന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളാണെന്നൊക്കെ ഞാൻ കേട്ടു. ശരിയായിരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതുപോലെ പാലങ്ങൾ വെച്ച് ഇതൊക്കെ നമ്മളിപ്പോൾ വയനാട് മാത്രം കണ്ടാണ്. നിത്യജീവിതത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ വയനാട് പോകണമെന്ന് ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ദുരന്തഭൂമി പോകണമെന്ന് ആവശ്യമില്ല. നിരന്തരമായ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് മറ്റൊരാളെ കെയർ ചെയ്യാൻ, മറ്റൊരാളെ നമ്മളുടെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ബിസിനസ്മാൻ അല്ല, ജീവിതത്തിൽ അവർക്ക് ഒരു താങ്ങും തണലുമായിട്ടുള്ള പ്രതീക്ഷയായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ എത്ര പേരെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. സോ കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം. ചില ആൾക്കാർക്ക് ഇതൊക്കെ ഇങ്ങനെ നടന്നോളൂ, അവരെവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാല് ഇതിനെ കുറിച്ചൊക്കെ ഡോൺ കെയർ ആയിട്ടുള്ള ആൾക്കാർ, ഒന്നുമില്ല, ഇത് സാരമില്ല, അല്ലെങ്കിൽ ആരെയും വകവെക്കാതെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എനിക്ക് മാത്രം എന്നുള്ളത് നടക്കുന്ന ഒത്തിരി ആൾക്കാർ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് പിന്നെ കഴിഞ്ഞ 14 വർഷമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ആൾക്കാരുമായിട്ട് എനിക്ക് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേറെ ഏത് മേഖലയിൽ വന്നാലും എനിക്ക് ഒരിക്കലും സാധ്യതയില്ലാതെ ഒത്തിരി തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഓൾ ഓവർ ഇന്ത്യ, പ്രോബ്ലി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എനിക്ക് ഇടപഴകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാരുടെ ക്യാരക്ടറും ഒക്കെ തന്നെ നമുക്ക് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒത്തിരി ക്യാരക്ടറുള്ള ആൾക്കാർ. ചില ആൾക്കാരുണ്ട്, അവരെന്നുള്ള രോഗമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ. കെയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമാണ്. സോ ഇറ്റ്സ് എ കൺസിഡറേഷൻ യു ഗീവ് ടു സംവൺ വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ. അതായത് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ വേണം നമുക്ക് കെയർ എന്ന് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ പറയാം. നിങ്ങൾ അങ്ങനെയാണ് എത്ര പേരെ കെയർ ചെയ്യാറുണ്ട്? നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യാറുണ്ട്, കുട്ടികളെ വളർത്താറുണ്ട്, ശരിയാണ്. നമ്മുടെ പാർട്ട് ഓഫ് ദ പാരന്റിംഗ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പാരന്റ്സിനെ നമ്മൾ നോക്കാറുണ്ട്, പാർട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതുപോലും ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുള്ള മനസ്സിലാക്കാം. അതൊന്നും അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല എന്ന് നമുക്ക് ശരിക്കും ഒരിക്കലും അറിയാം. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന എന്താണെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ള ആളെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള കെയറിംഗ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ ഹു കെയർ അബൌട്ട് ഈച്ച് അതർ മേക്സ് എ വണ്ടർഫുൾ വേൾഡ്. അതായത് ഈ ഭൂമി തന്നെ മനോഹരമാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആൾക്കാര്, കെയർ ചെയ്യുന്ന ആൾക്കാര്, മറ്റൊരാളെ കൂടെ നിർത്തുന്ന ആൾക്കാര്, അവരുടെ ജീവിതത്തിൽ ഒരു താങ്ങോ തണലോ ആശ്വാസമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ മീനിങ് ആയിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മീനിങ് ആയിട്ടുള്ള ലോകം എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ലോകം, എന്റെ ചുറ്റുമുള്ള കാര്യം, എന്റെ ഗുണം, എന്റെ ബെനിഫിറ്റ്. ഈ ബിസിനസ്സിനകത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ തന്നെ പല മേഖലയിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ ഈ ബിസിനസ്സിനകത്ത് നിർത്തിപ്പോകുന്നതിന്റെ കാര്യം വെച്ചാൽ അവർക്ക് ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച ലെവലിൽ എത്തിയില്ല, വരുമാനമില്ല. ശരിയാണ്, അതൊരു കാരണം തന്നെയാണ്. പക്ഷെ ഈ ബിസിനസ്സിനകത്ത് ചിലപ്പോൾ കിട്ടിയ നേട്ടങ്ങളോ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളോ പല ആൾക്കാരും ചിലപ്പോൾ വിസ്മരിച്ചു പോകും. നിങ്ങൾ പോലും അറിയാതെ പലപ്പോഴും ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ പോലും ചില കാര്യങ്ങൾ എന്താ പറയുന്നത് ഷെയർ ചെയ്യുന്ന സമയത്ത്, ചില സമയത്തെങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ അറിയാതെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്, നന്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കെയറിങ്ങിന് കിട്ടുന്ന അവസരം, അല്ലെ മറ്റൊരാളെ കെയർ ചെയ്ത് അതിന്റെ ഭൂമിയെ മൊത്തത്തിൽ നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ ഈ മഴ പെയ്യുന്നതിന്റെ ഉരുൾപൊട്ടിയിലൊക്കെ കാരണങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ പലതും വരുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷെ ഈ കെയറിങ്ങിന്റെ അഭാവം കാരണം പ്രകൃതിയിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ള സത്യമായിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? സോ നമ്മുടെ ബിസിനസ് എടുക്കുവാണെങ്കിൽ ദിസ് ഇസ് ബേസിക്കലി പ്യുവർ പീപ്പിൾ മാനേജ്മെന്റ്. ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ബിസിനസ്. ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒരുമിച്ച് ഒരേ ഡയറക്ഷനിലേക്ക്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ചിന്തിപ്പിക്കുക. അത് നമ്മൾ കാണുന്ന അതേ ലക്ഷ്യത്തിന് വേണ്ടി മറ്റൊരാളെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മളുടെ കാഴ്ച മറ്റൊരാളിൽ കൂടെ നമുക്ക് അവർക്കൂടെ പകർന്നു കൊടുത്ത് അതേ ഡയറക്ഷൻ ചിന്തിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ആൾക്കാരെ മാനേജ് ചെയ്യുക. നമുക്കറിയാം ഈ ബിസിനസ്സിനകത്ത് മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഒരു ഫാമിലി 4 പേരുണ്ട്, 4 പേര് 4 കാര്യം. ഇപ്പൊ ചെറുപ്പം മുതൽ നോക്കുവാണെങ്കിൽ കുട്ടികളെ വളർന്നു വരുന്ന സമയത്ത് ഓരോ ജനറേഷൻ ചെല്ലുന്നതോറും കുട്ടികൾക്ക് വളരെയധികം വലിയ എന്താ പറയുന്നത് നിലപാടുകളുള്ളൊരു സമയം, അല്ലെ? ചില കാര്യങ്ങൾ അവർ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അത് പഴയ പോലെ പാരന്റ്സിന് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ലാത്ത ഒത്തിരി നമ്മൾ കാണാറുണ്ട്. നിരന്തരം നമ്മൾ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും നമ്മളോട് സമീപിക്കുമ്പോൾ അവരൊക്കെ പ്രശ്നം പറയുന്ന പിള്ളേര് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്. അത് പഠിത്തമായിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, അതർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇവൻ കല്യാണം ആയിക്കോട്ടെ,
അല്ലെ? അപ്പൊ അതൊക്കെ ഇന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാലോ നിരന്തരമായിട്ട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സാണ്. നമ്മൾ ബിസിനസ് വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, പല തരത്തിലുള്ള ആൾക്കാർ, പല സാമ്പത്തിക നിലവാരമുള്ള ആൾക്കാര്, ചിന്താഗതിയിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നല്ലതും മോശവുമായിട്ടുള്ള ആൾക്കാര്, നിരവധി ആൾക്കാർ നമുക്കുണ്ട്. എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ബിസിനസ് ചെയ്തുകൊണ്ട സമയത്ത് നാഗാലാൻഡിൽ എനിക്ക് ബിസിനസ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ബിസിനസ് ഉണ്ട്. അവിടെ ഒരു വ്യക്തി, പേര് പറഞ്ഞത് ശരിയല്ല, ഞാൻ അവിടെ നിന്ന് ഒരിക്കലും അവിടെ ചെല്ലുന്നു, ആ സമയത്ത് ഇയാളോട് സംസാരിക്കുന്നു. അപ്പൊ എന്റെ അപ്ലൈൻ എന്നെ ആർക്കേൻ ആയിരുന്ന ഒരാളുടെ, അദ്ദേഹം ഇയാളെ വിളിച്ചിട്ട് എന്റെ അടുത്ത് വരുന്നു. കുറെ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞു, സാറിനൊരു കാര്യം അറിയാമോ, ഈ ചങ്ങാതി ഒരു മിലിറ്റന്റ് ആയിരുന്നു, ഒരു ഭീകരനായിരുന്നു, അവരെ 5 പേരെങ്കിലും കൊന്നിട്ടുണ്ട്, അതുപോലത്തെ വ്യക്തിയാണ്. ഇപ്പൊ മാനസാന്തരം വന്നു, നമ്മുടെ ബിസിനസ് വന്നല്ല, മാനസാന്തരം വന്നിട്ട് നമ്മുടെ ബിസിനസ് വന്നതാണ് എന്ന് പറയാം. അപ്പൊ ഇത് മലയാളത്തിൽ പറഞ്ഞപ്പോ ഇതാണ് പറയുന്നത്, അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഡോണ്ട് വറി, സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് മൈൻഡ്. അത് കഴിഞ്ഞ് ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാളുടെ ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങളും അയാൾ മാറ്റിയെടുത്ത ഒരു ഇൻസിഡന്റും ഒക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത്, പല ആൾക്കാര് നമ്മളോട് ബിസിനസ് ഇതുപോലെ വരാറുണ്ട്. അല്ലെ, ഇത്ര എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ കൂടെ പല ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ക്രൂക്കഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം എന്തും ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമ്മളോട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് ചേർന്ന് നിർത്തി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ബിസിനസ്സിനകത്തുള്ള വിജയം. അല്ലാതെ ഈ ബിസിനസ്സിനകത്ത് കുറെ പേരുടെ അസുഖം മാറ്റാനായിട്ട് ഓടി നടന്ന് കുറെ പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നതല്ല. ഇതൊരു ലോങ് ടൈം ബിസിനസ് ആണെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ ഒരുമിച്ച് നിർത്താനും അവരെ ഒരേ രീതിയിൽ ചിന്തിപ്പിക്കാനും അവരെ ഒരേ ലെവലിലേക്ക് മുന്നോട്ട് നയിക്കാനും സാധിക്കുന്നതാണ് ബിസിനസിന്റെ വിജയം എന്ന് പറഞ്ഞത്. സോ ഇഫ് യു ഡു നോട്ട് ഗെറ്റ് അലോങ് വെൽ, യു വിൽ നോട്ട് ടേക്ക് ഇറ്റ്. അതായത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും അവരുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് അധികം പോയില്ല. അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ എത്ര വലിയ ടീം ഉണ്ടാക്കിയാലും പിന്നെ നഷ്ടപ്പെടും. ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്നും അവരുടെ ടീമിനകത്തും അവരുടെ ജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? അത് അവർക്ക് ഈ പീപ്പിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാൻ മാനേജ്മെന്റ്, വുമൻ മാനേജ്മെന്റ് ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട്. സോ ഓൾവേസ് ഹാവ് എ ആറ്റിറ്റ്യൂഡ് ഓഫ് വിൻ വിൻ. വിൻ വിൻ, നമുക്കും വിജയിക്കണം അവർക്കും വിജയിക്കണം. അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിർത്താനും നമുക്ക് ഒരേപോലെ ചിന്തിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും സാധിക്കും. വിൻ വിൻ സിറ്റുവേഷനിൽ കൂടെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. സോ നെവർ ബി സെൽഫിഷ്, റൂഡ് ഓർ അൺനെസസറി ഡിമാൻഡിങ്. പല ആൾക്കാരെ പ്രശ്നം ഈ ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അപ്ലൈനെ കുറിച്ച് ഡൗൺലൈൻ പറയുമ്പോഴും ഇവൻ ഡൗൺലൈനെ കുറിച്ച് അപ്ലൈൻ പറയുമ്പോഴും ഒക്കെ തന്നെ ഭയങ്കര സെൽഫിഷ് ആണ്, അല്ലെ റൂഡാണ്, അല്ലെ ഡിമാൻഡിങ് ആണ്. ഞാനിത് ചെയ്തില്ല, ഞാൻ ഇവിടെ വരെ വന്നില്ല, പെട്രോൾ അടിച്ച് അവിടെ വരെ വന്നു, ഇവിടെ എന്തുകൊണ്ട് ആളില്ല, പെട്രോൾ അടിച്ച് അവിടെ വരെ വന്നു, അല്ലെങ്കിൽ ഇത്ര പൈസ മുടക്കിയത് എന്തുകൊണ്ട് നടന്നില്ല, ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അവരെ അറിയില്ലാമെന്ന് ചോദിക്കണം, ഒരിക്കലും നിങ്ങളെ ചോദിക്കരുത്. കാരണം ഞാൻ കോട്ടയത്ത് നിന്ന് പെട്രോൾ അടിച്ചാൽ മലപ്പുറത്ത് പല പ്രാവശ്യം നമുക്ക് ഒരാൾ പോലും ഇല്ലാതെ പോയിട്ടുണ്ട്. ആഹാരം പോലും നേരെ കഴിക്കാൻ പറ്റാത്ത ഒരു ദിവസം എനിക്ക് അവിടെ വരേണ്ടി വന്നു. അന്ന് പോലും 3-4 മണിക്കൂർ ഞങ്ങള് ചെറുകോട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ 3-4 മണിക്കൂർ നാരങ്ങാവെള്ളം കുടിച്ചു നിന്നു. അപ്പോഴും തിരിച്ചു പോകുന്നപ്പോൾ ഞാൻ ഒരു റൂഡായിട്ട് ആരോടും സംസാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് കിട്ടാനുള്ള ആളെ കിട്ടും. പക്ഷെ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് വെച്ചാല് നമ്മളൊരു മീറ്റിങ്ങിന് ചിലപ്പോൾ അവിടെ ആളില്ലെങ്കിൽ ഫസ്റ്റൻഡ് ആവും, വയലന്റ് ആവും, പിന്നെ പറയാന്നൊക്കെ പറയും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന്. തീർച്ചയായിട്ടും നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ്, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ്, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. കാരണം നിങ്ങളുടെ അപ്ലൈനെ കുറിച്ചല്ല ഇപ്പൊ ചിന്തിക്കുക, എന്റെ അപ്ലൈൻ ഇങ്ങനെയാന്നുള്ളതല്ല, നിങ്ങൾ തന്നെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും ഈ പറയുന്ന സമയത്ത് നമ്മൾ അറിയാതെ അറിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്തുമാത്രം കെയറിംഗ് ആണ്. നിങ്ങളുടെ കൂടെ റിസൾട്ടും ഇല്ലാത്ത, അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ, അല്ലെ പേഴ്സണലി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് എന്തെങ്കിലും ഇത് വന്നു, ആ സമയത്ത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ആ സമയത്ത് നമ്മൾ അവർ വിളിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ല നമ്മൾ അങ്ങോട്ട് എത്ര പേരെ വിളിച്ചിട്ടുണ്ട്? അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് നമുക്ക് റിസൾട്ട് ഇല്ലാത്ത സമയത്തോ, ചില സിറ്റുവേഷൻസ് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് എങ്ങനെയാണെന്ന് ആശങ്കയുള്ള സമയത്ത് പോലും നിങ്ങൾ എത്ര പേരെ ഡൗൺലൈൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വയനാടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് എപ്പോഴും മനസ്സിൽ വരുന്നുകൊണ്ട് പറയുന്നതാണ്. 2-3 ചെറുപ്പക്കാര് പാറയുടെ മുകളിൽ കൂടെ, കുത്തനെ പാറയുടെ മുകളിൽ കൂടെ കയറി, പാറയുടെ തങ്ങളവിടെ സ്റ്റക്കായി എയർ ലിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു ഞാൻ കേട്ടു. പക്ഷെ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വെച്ചാല് അവിടെ എന്തൊക്കെയോ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ചെയ്താണ്. അവരെ ജീവിതം പോലും പണയപ്പെട്ട് ചെയ്തത് എക്സൈറ്റ്മെന്റ് അല്ല, അതാണ് നന്മ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന അല്ലാതെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് കൂടെ പ്രത്യേകിച്ചും. കാരണം ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നെവർ ബി സെൽഫിഷ്, നമ്മുടെ കാര്യം മാത്രമായിട്ട് നിൽക്കരുത്. നെവർ ബി റൂഡ്, ആരോട് റൂഡായിട്ട് സംസാരിക്കരുത്. ആൻഡ് അൺനെസസറിലി ഡിമാൻഡിങ് ആണ്. അൺനെസസറിലി ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോ എനിക്ക് കിട്ടണം എന്നുള്ള വാശി പിടിച്ചൊന്നും പോകണ്ട. മനുഷ്യനാണ്, ശ്രമിക്കുക. ശ്രമിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ എന്നും പറയാറുണ്ട്, ഞാൻ വഴക്ക് പറയുന്ന 2 കാര്യങ്ങൾക്കുള്ളൂ.
ഒന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഓവർ സ്മാർട്ട് ആകാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളിപ്പോ ചെല്ലുമ്പോൾ ആളില്ലെങ്കിൽ ശ്രമിച്ചിട്ടാണ് ആളില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, ശ്രമിക്കാതെ ആളില്ലെങ്കിൽ അതൊക്കെ എങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കഴിവുണ്ടാവില്ല, നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. സോ പീപ്പിൾ ഡോണ്ട് കെയർ ഹൗ മച്ച് യു നോ, ദേ നോ ഹൗ മച്ച് യു കെയർ. നിങ്ങൾ വളരെ അറിവുള്ള ആളായിരിക്കും, എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും അറിയാവുന്ന ആളായിരിക്കും, പക്ഷെ ആൾക്കാർ അതല്ല നോക്കുന്നത്. ദേ ഡോണ്ട് കെയർ ഹൗ മച്ച് യു നോ. നിങ്ങൾക്ക് എന്തുമാത്രം അറിയാമെന്നുള്ള അവരുടെ പ്രശ്നമേ അല്ല, നിങ്ങൾ എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. സോ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ വീണ്ടൊക്കെ എഴുതി വെക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പീപ്പിൾ ഡോണ്ട് കെയർ ഹൗ മച്ച് യു നോ, ദേ നോ ഹൗ മച്ച് യു കെയർ. ഞാൻ തന്നെ അതിശയിക്കാറുണ്ട്, എത്രയോ അറിവുള്ള പല ആൾക്കാരുണ്ട്. ഈ അറിവുള്ള ആൾക്കാർ ഇവർ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് പരാജയമാണ്. പല കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവും നല്ല ഇതും നല്ല വിവേകവും നല്ല കാര്യങ്ങളും പറഞ്ഞാൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പകരം വെക്കാനില്ലാത്ത ആൾക്കാർ പോലും ചിലപ്പോൾ ഈ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ്? അവര് ദേ ഡോണ്ട് കെയർ പീപ്പിൾ. അവര് കെയറിങ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ്. ടീമിനെ ഒരുമിച്ച് നിർത്താൻ പറ്റുന്നില്ല, അത് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യമാണ്. സോ പീപ്പിൾ വിൽ ജഡ്ജ് യു ബേസ്ഡ് ഓൺ യുവർ കെയർ ടുവേർഡ്സ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്നെയോ ഞാൻ നിങ്ങളെയോ അല്ലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ഓരോരുത്തരെയും കെയർ ചെയ്യുന്നത്. അത് ഈ ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ. നമ്മുടെ ബിസിനസ്സിന് മാത്രമായിട്ട് റൂളൊന്നും ഇല്ല ജീവിതത്തിൽ. നമ്മുടെ ബിസിനസ്സിന് ഈ ജീവിതത്തിന്റെ എല്ലാ റൂളുകളും അപ്ലൈ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിനകത്ത് മാത്രമല്ല, ജീവിതത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവരെല്ലാവരും നിങ്ങളെ ഓർത്തിരിക്കുന്നത് നിങ്ങൾ എന്തുമാത്രം അവരെ കെയർ ചെയ്തെന്നുള്ള വെച്ചിട്ടാണ്. അപ്പൊ എന്റെ തന്നെ ജീവിതത്തില് ഞാൻ ഈ കടന്നു വന്ന പല മേഖലയും ജീവിതത്തില് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ബോംബെ, ഗുജറാത്ത്, ഡൽഹി, ബാംഗ്ലൂര് യാത്ര ചെയ്ത എത്ര സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മള് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ വരുന്ന പേരുകളുണ്ട്. ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മനസ്സിലേക്ക് വരുന്ന കുറെ പേരുകളുണ്ട്. ജീവിതത്തിൽ പല സ്ഥലത്തും നമ്മൾ സ്റ്റക്ക് ആയപ്പോൾ നമ്മളെ മുന്നോട്ട് നയിച്ച ആൾക്കാർ, നമ്മളില്ലാന്ന് പറഞ്ഞ് ഇട്ടുപോയപ്പോൾ നമ്മളെ പുറകോട്ട് തള്ളിവിട്ട ആൾക്കാർ, അല്ലെങ്കിൽ നമുക്കൊരു ശരിക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മുടെ അടുത്ത് ഓടി വന്ന ആൾക്കാരൊക്കെ എന്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ കാരണമാണ് ഞാൻ എന്നുള്ള ലെവലിൽ ഇവിടം വരെയെങ്കിലും എത്തിയത്. പക്ഷെ നമ്മൾ എത്ര പേര് അതിനെ ഓർക്കാറുണ്ട്? നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത സാധനങ്ങളാണ് ജീവിതം മൊത്തം. ഞാൻ ജീവിതത്തിൽ പല സ്ഥലത്തും ആലോചിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പല സമയത്തും ജീവിതത്തിൽ പല സ്ഥലത്തും ഞാൻ പറയുന്നത് എന്റെ നാട്ടുകാരനാരാണ് ഏറ്റുമാനക്കാരൻ ഒരാള് ഡൽഹിയിലുണ്ടായിരുന്നു, ഗോപിച്ചേട്ടൻ എന്ന് പറയുന്നത്, മരിച്ചുപോയി. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ താമസിക്കുമ്പോൾ ശരിക്കും പല സമയത്തും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് ജീവിതത്തിലെ ജോലിയിലെ പ്രഷറും അതുപോലെ തന്നെ ആഹാരം ഒന്നും ശരിയാകുന്നില്ല ആദ്യകാലത്തൊക്കെ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ വിളിച്ചിരുത്തി, എന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജീവിലായിരുന്നു, ഞാനിപ്പോ US-ലാണ്. ഞങ്ങളെ അദ്ദേഹത്തിനെ വീട്ടിൽ വിളിച്ചിരുത്തി എന്താ ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചിരുന്നു. ഒരാവശ്യമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി തന്ന എത്രയോ സമയങ്ങളൊക്കെ ജീവിതത്തിൽ. അങ്ങനെയുള്ള സമയം മാത്രമല്ല, അതൊക്കെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസരങ്ങൾ. അങ്ങനെയല്ല, അതല്ലാതെ തന്നെ ക്രിട്ടിക്കൽ സമയത്ത് സഹായിച്ച ഒത്തിരി ആൾക്കാർ വേറെയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും അവർ ഓർക്കാറുണ്ടോ? അവർ കാരണമാണ് അവിടെ എത്തിയത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇപ്പൊ അവരോട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരാണ്. സോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ആൾക്കാരെ നമ്മളെ ഓർത്തിരിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോലെ ഓർത്തിരിക്കുന്നത് നമ്മുടെ കെയറിനെ കുറിച്ചാണ്. ഈ ഭൂമിയില്ലാത്ത എത്രയോ ആൾക്കാരെ കുറിച്ച് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവര് ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നേരിട്ടോ അല്ലാതെ അവർ കെയറിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ കെയർ പീപ്പിൾ വൈൽ ഗൈഡിങ് ദം. ഈ ബിസിനസ്സിനകത്തൊരു ഗുണമുണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്തൊരു ദോഷമുണ്ട്. നമ്മൾ ഒത്തിരി പേരെ ഗൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒത്തിരി പേരെ നയിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും അവരെ കെയർ ചെയ്യണം. ഗൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടീച്ചർ എന്നുള്ള ടീച്ചിങ്ങിന്റെ തന്നെ ലെവല് ശരിക്കും പറഞ്ഞാല് മാറിയിട്ടുണ്ട്. പഴയ കാലത്തെ ടീച്ചിങ്ങിന്റെ ലെവൽ എന്ന് പറഞ്ഞാല് കുട്ടികളെ ഒരു അധ്യാപകൻ വന്ന് വടിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചിരുത്തി പഠിപ്പിക്കുന്ന ലെവലിൽ നിന്ന് മാറി കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവരെ സെൽഫ് ലേണിംഗ് അല്ലെങ്കിൽ അവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുന്ന ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ട്, അല്ലെ? ഗൈഡിങ്. അപ്പൊ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരെ ഗൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരുമാതിരി എന്റെ കൂടെ വന്ന് നേരെ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് സ്നേഹം അല്ലെ എന്റെ ജീവിതത്തില് മുന്നോട്ടുള്ള യാത്രയിൽ എന്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആൾക്കാരോടാണ് ഞാൻ പലപ്പോഴും വഴക്ക് പറയുന്നത്, അവരെന്തെങ്കിലും കാണിച്ചാൽ. അല്ലാതെ വഴിയെ പോകുന്ന ഒരാളോട് ഞാൻ ഒരിക്കലും പറയാറില്ല. എന്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരാളോട് ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല, ഒരു സ്ഥലത്തും വഴക്കുണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ചിലർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് പറയാം, അത് പ്രശ്നമല്ല, ഞാനത് കണക്കൂട്ടാറുമില്ല, കാരണം അത് എന്റെ പ്രശ്നമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന വെച്ചാൽ നമ്മൾ പലപ്പോഴും ഗൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബിസിനസ് വരുമ്പോൾ നമ്മളെക്കാളും കുറച്ച് കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മളോട് വരും. അത് വന്നാലേ ഈ ബിസിനസ് ശരിയാവുള്ളൂ. ആ വരുന്ന സമയത്ത് നമ്മൾ അവരെ പേടിച്ച് അവരോട് പലപ്പോഴും കെയർ ചെയ്യാൻ കൂടി ഗൈഡ് ചെയ്യാറില്ല. അല്ല, ഗൈഡ് ചെയ്യുന്ന ചില ആൾക്കാർ നമ്മളെക്കാളും എന്താ പറഞ്ഞാൽ ഇച്ചിരി താഴ്ന്ന ലെവലിലുള്ള ചിന്താഗതിയിലോ ഫിനാൻഷ്യലോ ഒക്കെ താഴ്ന്ന ഗതിയിലുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കെയർ ചെയ്യാറില്ല, ഗൈഡ് ചെയ്യും. നീ അത് ചെയ്യുന്ന അവരെ പുറകെ തള്ളിവിടും. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു നമ്മളാണോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്, നമ്മളാണോ ക്രിയേറ്റ് ചെയ്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം,
കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന പല ആൾക്കാരും തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റില്ല അല്ലെ? അവരുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല. അപ്പൊ നമ്മുടെ കുഴപ്പം കൊണ്ടോ നമ്മളെ ഇതുകൊണ്ടോ ഒന്നും മാത്രമൊന്നും അല്ല ഭൂമി നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ബിസിനസ് വന്നതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കെയർ ചെയ്യാനായിട്ട്, അവരെ ഗൈഡ് ചെയ്യുമ്പോൾ കെയർ ചെയ്യാനായിട്ടും നമ്മൾ പഠിക്കണം. ഇത് രണ്ടും കൂടെ ഹാൻഡ് ഇൻ ഗ്ലൗ പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സോ ശരിക്കും സംടൈംസ് യുവർ കെയറിംഗ് ഈസ് ഓൾ ദേ നീഡ് ടു മൂവ് ഓൺ. ചില സമയത്ത് ആൾക്കാർക്ക് വേണ്ട നിങ്ങൾ അവരെ ഉയർത്തിരിക്കുക, നമുക്ക് ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് അവരെ കൂടെ നിർത്തിയപ്പോ നമുക്കൊരു പ്ലാനോടെ കാണിക്കാം, നമ്മുടെ കൂടെ ചെറുതെ ഫോണിൽ കൂടെ ശരിയാവും വന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു മതിയാവും ചില ആൾക്കാർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ ഒരു ബിസിനസ്സിൽ താഴെ പോയ സമയത്ത് എത്ര പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സോ നമ്മൾ കെയറിംഗ് ആണ് ചില സമയത്ത് ആൾക്കാർക്ക് വേണ്ടത്, അത് മാത്രം മതി. അപ്പൊ അവർ തന്നെ ചെയ്തു. കാരണം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ കഴിവുകളുണ്ട്. അവരെ കെയർ ചെയ്ത് നർച്ചർ ചെയ്ത് മുന്നോട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർ തന്നെ ക്രിയേറ്റീവ് സക്സസ് നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യുക. സോ പീപ്പിൾ ക്യാൻ സേ ദേ കെയർ ബട്ട് ഇറ്റ് മേക്സ് നത്തിങ് അണ്ടിൽ ദേ പ്രൂവ്. ചില ആൾക്കാർ പറയും ഞാൻ അവരെ കെയർ ചെയ്യാറുണ്ടല്ലോ, ഞാൻ അവർക്ക് എല്ലാ ദിവസവും വാട്സപ്പ് അയക്കാറുണ്ട്, എത്രയോ നല്ല മെസ്സേജുകൾ അയക്കാറുണ്ട്, എത്രയോ നല്ല സാധനം. ഇതാണോ കെയറിങ്? അല്ല. അവരുടെ കൂടെ വന്ന് നമുക്ക് ചെയ്യാന്ന് പറയുന്നത്. നമ്മുടെ വാട്സപ്പില് ഞാൻ നോക്കുവാണെങ്കിൽ ഇന്നലെ ഇതൊരു ഐഫോണിന്റെ 256 GB ഉള്ള ഒരു ഫോണാണ്, 256 GB ഉള്ളതാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഇൻസഫിഷ്യന്റ് സ്പേസ്. ഞാൻ ഞെട്ടിപ്പോ 256 GB ഇതിനകത്ത് എന്ത് കുത്താ ഉള്ളത് നോക്കിയപ്പോ ഈ വാട്സപ്പിലെ മെസ്സേജുകൾ നോക്കിയപ്പോൾ അതിനകത്ത് തന്നെയാണ് 46 GB വാട്സപ്പ് മെസ്സേജുകൾ. പിന്നെ ഇത് കൂടാതെ മെയിലും ഫോട്ടോസ് ഒക്കെ വേറെ, കുറെ വീഡിയോസ് വേറെ. ഞാൻ ഇന്നലെ കുറെ നേരം സമയം കിട്ടിയപ്പോൾ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ആലോചിച്ച സമയത്ത് ഇതിനകത്ത് ഞാൻ പല ആൾക്കാർക്ക് രാവിലെ അയക്കുന്ന മെസ്സേജുകൾ ഇന്നും അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഞാനൊരു ശ്രീബുദ്ധനോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ ചിലപ്പോൾ അതിന് മുകളിലുള്ള ആളായിപ്പോ. ഞാൻ അയച്ച മെസ്സേജുകളുടെ കാര്യം പറയുന്നത് അല്ലെ. നമ്മൾ രാവിലെ എല്ലാവർക്കും നീട്ടിപ്പിടിച്ച് മെസ്സേജ് അയക്കും. ഈ മെസ്സേജ് ഇന്ന് അയച്ച മെസ്സേജ് നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾ അയച്ച മെസ്സേജിന്റെ കാര്യം അല്ലെ. നിങ്ങൾക്ക് കിട്ടിയ 10 മെസ്സേജ് ഉണ്ടായാലും ഒരെണ്ണം നിങ്ങൾക്ക് അറിയാം. ഇതൊരു ഫീൽ ഗുഡ് ഫാക്ടർ മാത്രമാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു 5% എങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ രാവിലെ മെസ്സേജ് അയച്ചുകൊണ്ട് ആരും നന്നാവാൻ പോകുന്നില്ല. നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ അപ്പൊ പോലും നിരാകരിക്കും. അത് നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് ആൾക്കാരെ കൂടെ ഉണ്ട്, അവരെ കൂടെ മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ, അവരുടെ കൂടെ പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഡോണ്ട് കെയർ അതേഴ്സ് വിത്ത് കണ്ടീഷൻസ്. അതായത് ചില ആൾക്കാര് ഞാൻ വരാം അവിടെ, പക്ഷെ അവിടെ 10 പേരുണ്ടായിരിക്കണം. ചിലപ്പോൾ ബിസിനസ്സിനകത്ത് ഒരു നിവൃത്തിയില്ലാതെ ഒരാളെ പോലും പ്ലാനിക്കാനുള്ള മൂഡില്ലായിരിക്കുന്ന ആളുടെ അങ്ങനെ പറഞ്ഞ അയാൾ എന്ത് ചെയ്യും? ഇപ്പൊ കണ്ടീഷണലായിട്ട് പല ആൾക്കാരും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ കുട്ടികളോട് തന്നെ പറയുന്ന സമയത്തോ മുതിർന്നവരോട് പറയുന്ന സമയത്തോ ഒക്കെ തന്നെ നമ്മൾ കണ്ടീഷൻസ് ആയിട്ട് പറയാറുണ്ട്. കണ്ടീഷൻസ് ഇല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം നമുക്ക്. കണ്ടീഷൻസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അകൽച്ചയാണ് ഉണ്ടാക്കുക. ചില സമയത്ത് കണ്ടീഷൻസ് വെക്കേണ്ടി വരും. കാരണം ഈ ബിസിനസ്സിനകത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വരുമ്പോൾ ആളുണ്ടാകുന്ന പറയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് തിരിച്ചറിവ് ഉണ്ടാവണം. ആ തിരിച്ചറിവാണ് നമ്മളെ ലീഡർഷിപ്പിലേക്ക് നയിക്കുന്നത്. അത് പിന്നെ ലീഡർഷിപ്പിൽ പറയാൻ പറ്റും. പക്ഷെ ആൾക്കാരെ സഹായിക്കാൻ പോകുമ്പോൾ കണ്ടീഷൻ തിരിച്ചു കിട്ടുമെന്ന് എന്റെ ഫാദർ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ഞാൻ ഓർത്തിരിക്കുന്ന കാര്യമാണ്, നീ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആരെയും സഹായിക്കരുത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇപ്പൊ ഞാൻ ഒരാളെ സഹായിച്ചു, അയാൾ തിരിച്ചു നിന്നെ സഹായിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ. ഒരു കാരണവശാലും അദ്ദേഹം ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, ആരും സഹായിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടെ ഉണ്ട്, ലാഡി പറഞ്ഞൊരു വാക്ക് ഇതാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും ആവശ്യം വേണ്ട സമയത്ത് ആരെങ്കിലും വന്നു. സത്യമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ സഹായിച്ച ഒത്തിരി പേര് പിന്നെ പാണിയായിട്ടുണ്ട്, പാരയായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം അവിടെ നിൽക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്ദർഭത്തില് നമുക്ക് ഏറ്റവും വേണ്ട സമയത്ത് നമ്മളെ സഹായിക്കാൻ ആളുണ്ടാവും. അത് എവിടുന്നെങ്കിലും ഒക്കെ വരും. നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തില് don't take anybody else for granted. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യരുത്. നെവർ കീപ് അക്കൗണ്ട് ഫോർ ഹൗ മച്ച് യു കെയർ. അല്ലെ ചില ആൾക്കാർ കണക്ക് പറയും, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ പണ്ട് അങ്ങനെ വന്നപ്പോ ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയും. നമ്മളും ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ അവിടെ ഒന്നും ചെയ്തൊന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് കണക്ക് വെച്ചിട്ട് പറയുന്നതല്ല. ചില സമയത്ത് നമ്മൾ ചില സന്ദർഭത്തിൽ പറയേണ്ട സിറ്റുവേഷൻ ആണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കണക്ക് വെച്ച് ആരും സഹായിക്കാൻ പോരുത്, കണക്ക് വെച്ച് ആരും കെയർ ചെയ്യാൻ പോരുത്. സോ നിങ്ങളുടെ ശരിയായ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ when somebody truly cares about you, they make an effort, not an excuse. ചില ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ചില ആൾക്കാർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ഒരു എഫേർട്ട് എടുത്തിരിക്കും. അവര് നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ കൂടെ ഉണ്ടാകുന്നില്ല. ഞാൻ അത് ബിസി ആയിപ്പോയി, ഞാനില്ല, എനിക്ക് കുറെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊന്നും ഒരിക്കലും പറയാനുണ്ടാകത്തില്ല.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അപ്ലൈനോട് ഔട്ട്ലൈനോ അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഈ ബിസിനസ്സിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ആരെയും പ്രതീക്ഷിക്കില്ല. നമ്മൾ തന്നെ ചെയ്യും, നമ്മൾ തന്നെ വിജയിക്കും, എന്റെ പരാജയപ്പെടും. ഈ ബിസിനസ്സിനകത്ത് നമ്മുടെ കൂടെ അപ്ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണം അപ്ലൈനും കിട്ടുമല്ലോ എന്നൊരു തോന്നലുള്ള കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ അട്രോസിറ്റീസിന്റെയും ഉത്തരവാദിത്വം നമ്മൾ അപ്ലൈനാണ്, അല്ലെങ്കിൽ അയാളും കൂടെ ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ, അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങനെയും കൂടെ ആണെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അത് ശരിയല്ല. കാരണം എന്റെ അപ്ലൈന്റെ പ്രശ്നങ്ങളല്ല, എന്റെ പ്രശ്നമാണ്, എന്റെ ജീവിതമാണ്. അപ്പൊ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക, ഡൗൺലൈനും അപ്ലൈനെ കുറിച്ച് മാത്രം ആലോചിക്കണ്ട. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു സുഹൃത്താണ് ശരിയായിട്ടുള്ള സുഹൃത്ത്, അല്ലെ? ആലോചിച്ച് നോക്കുക. ബിൽഡ് എക്സലന്റ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നിരവധി ആൾക്കാർ, എന്റെ നല്ല ബന്ധത്തിലുള്ള ആൾക്കാർ, നിരവധി ആൾക്കാർ ബിസിനസ് ജോയിൻ ചെയ്യാതിരുന്നു. ഞാൻ കാണിച്ചിട്ട് അവരെന്നെ നിരാകരിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് തുടങ്ങിയതിന് ശേഷം ഒരാളുടെ പോലും റിലേഷൻ നഷ്ടപ്പെട്ട ഒരു ചരിത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ് മാത്രമല്ല, ഈ ബിസിനസ് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ഈ ബിസിനസ് ഇല്ലെങ്കിൽ ഒരു ബന്ധമില്ല അങ്ങനെ തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാകാൻ സമ്മതിക്കരുത്. കാരണം എന്താ അറിയോ? ഈ ബിസിനസിന് അപ്പുറത്തേക്കും ജീവിതമുണ്ട്, അതിനകത്ത് റിലേഷൻസ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു അബദ്ധമാണ്, ഈ ബിസിനസ്സിൽ അവൻ ജോയിൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലാതാണ്. അത് ഒരിക്കലും ചെയ്യരുത്. ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റുള്ള ബന്ധങ്ങൾ ആരും എന്നോട് ഉണ്ടാവില്ല. കാരണം എന്നോട് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്മീഡിയറ്റ് ബന്ധുക്കളും വന്നിട്ടില്ല. എന്റെ ഓൺ സിസ്റ്റർ പോലും വന്നിട്ടില്ല. അപ്പൊ അവരെയൊന്നും ഞാൻ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കരുതാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഞാൻ എന്താവശ്യം വന്നാലും നമ്മളവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ അവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. ആ ബന്ധങ്ങള് ശരിക്കും ആൾക്കാരുമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, ഈ ബിസിനസ്സിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ടാകണം. ടു മേക്ക് എ ഡിഫറൻസ് ഇൻ someone else's life, you don't have to be brilliant, rich, beautiful or perfect. You just have to care. ജീവിതത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമാനോ ബുദ്ധിമതിയോ, നിങ്ങൾ ഭയങ്കര റിച്ചോ, നിങ്ങൾ മനോഹരിയോ സുന്ദരിയോ സുന്ദരനോ അല്ലെ പെർഫെക്റ്റോ ഒന്നും ആകണ്ട. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് സംബഡി. ആരെങ്കിലും നിങ്ങൾ കെയർ ചെയ്യുക, അവർ ഒറ്റ കാര്യം മതി നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ. സോ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് കെയർ ചെയ്യുന്നവരെ തിരിച്ച് അങ്ങോട്ടും കെയർ ചെയ്യണം. നിങ്ങളെ ചില ആൾക്കാരെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡോൺ മൈൻഡ് ആയിട്ട് തിരിഞ്ഞു നടക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചും കെയർ ചെയ്യണം. ആ കെയറിംഗ് ആണ് ശരിക്കും നമ്മൾ റിലേഷൻസ് ഉണ്ടാക്കുന്നത്. സോ അവര് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും നല്ല അടുത്ത ആൾക്കാർ നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ആ സമയം നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാരെ നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഫ്ലാറ്ററിങ് ഉണ്ടാവും. അതായത് നമ്മളെ പുകഴ്ത്തി പറയും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ബിസിനസ് നിങ്ങൾ ഓരോ ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പുകഴ്ത്തി പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ ചിരി വരും. ചില ആൾക്കാരാണ് നമ്മളെ പറയും, നമ്മൾ സാറില്ലായിരുന്നു അത് എന്നൊക്കെ പറയും, നമുക്ക് ചിരി വരും. കാരണം ചില ഫ്ലാറ്ററിങ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നു. പൊള്ളയായിട്ടുള്ള അഭിനന്ദനങ്ങള്, പൊള്ളയായിട്ടുള്ള അപ്രീസിയേഷൻസ്, പൊള്ളയായിട്ടുള്ള കെയറിങ്, അതൊക്കെ തിരിച്ചറിയും മനുഷ്യന്നുള്ള മനസ്സിലാക്കാം. ഫ്ലാറ്ററിങ്, നിങ്ങൾ ഒരാളെ അനാവശ്യമായിട്ട് പൊള്ളയായിട്ട് നിങ്ങൾ ഒരാളെ എന്താ പറഞ്ഞ ഈ പറയുന്ന അഭിനന്ദിക്കാനൊന്നും പോകരുത്. നിങ്ങൾ ജെനുവിൻ ആയിരിക്കാം. അപ്പൊ അത് തന്നെ ആയിരിക്കണം തിരിച്ച് ഇങ്ങോട്ടും അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ചില ആൾക്കാർ നമ്മളെ മുന്നിൽ വരും നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ടാവും. അത് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള നിങ്ങൾക്ക് ശക്തി കിട്ടുന്നുണ്ടാവും. സോ നെവർ ഡിസപ്പോയിന്റ് someone who cares you. That is also very important. അതായത് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളുണ്ടാവും. പല ആൾക്കാരും നിങ്ങളെ ജെനുവിൻ ആയിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അവരെ ഡിസപ്പോയിന്റ് ചെയ്യാനും സമ്മതിക്കരുത്. അവരെ നിങ്ങൾ തിരിച്ച് കെയർ ചെയ്യണം. കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ പലതും ചെയ്യാൻ പറ്റും. ഇത് എവിടുന്നാ തുടങ്ങേണ്ടത്? നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല തുടങ്ങുന്നത്, ഫാമിലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഫാമിലിയിൽ തുടങ്ങണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ. അതായത് ജീവിതത്തില് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും രണ്ട് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. നമ്മളൊരു ബുക്കുണ്ട്, മെൻ ആർ ഫ്രം വീനസ് ആൻഡ് വിമൻ ഈസ് ഫ്രം മാർസ്. അതോ തിരിച്ചാണ്. ആ ബുക്ക് വായിച്ചാൽ അറിയാം. അതായത് സ്ത്രീകൾ ചൊവ്വയിൽ നിന്നും മനുഷ്യര് ആണുങ്ങൾ ബുധനിൽ നിന്ന് വന്ന ആൾക്കാർ, രണ്ട് പ്ലാനറ്റിൽ നിന്ന് വന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്വഭാവങ്ങളെല്ലാം. അല്ല അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ ആ ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്കുണ്ട് പേഴ്സണാലിറ്റി പ്ലസ്. ഈ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പലതരത്തിലുള്ള പേഴ്സണാലിറ്റീസ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡും വൈഫും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പല ഫാമിലിയിലും ഇല്ലാത്തൊരു കാര്യമാണ്. ഹസ്ബൻഡിന് തോന്നൽ ഞാൻ പറഞ്ഞ ഭാര്യ കേട്ടോണം, ഭാര്യയ്ക്ക് തിരിച്ചും തോന്നലുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. ഇതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. എല്ലാവർക്കും എല്ലാവരുടെയും സ്പേസ് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം മനോഹരമാവും. യുവർ സ്പൗസ്
ഈസ് ആൻ ഈക്വൽ ഇൻഡിവിജ്വൽ. നിങ്ങളെ പോലെ തന്നെ എല്ലാ അധികാരവും അവകാശവും ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് നിങ്ങളുടെ നല്ല ഭാര്യ അല്ലെങ്കിൽ സ്പൗസ് എന്ന് പറയുന്നത്. അതായത് അവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ, അവകാശങ്ങൾ, സമയത്തിനും അവരുടേതായ ജീവിതവും സ്പേസും എല്ലാം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തും തിരിച്ചു കൊടുക്കുന്ന സമയത്തുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ. അല്ല ഞാൻ പറയുന്നത് കേട്ടോണം എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരുണ്ട്, തിരിച്ചുകൊണ്ട് ഭാര്യമാരും ഉണ്ട്. ഞാൻ പറയുന്നവര് ഇങ്ങനെ ചെയ്യുന്ന റൂൾ ചെയ്യുന്ന ഓവർ റൂൾ ചെയ്യുന്ന ആൾക്കാർ, ഇതൊന്നും ശാശ്വതമല്ല, അതൊന്നും സമാധാനം ഉണ്ടാകത്തില്ല. ശാശ്വതമാണോ അല്ലോ എന്നുള്ളതിനേക്കാളും സമാധാനം ഉണ്ടാകത്തില്ല. സോ കെയർ ഈച്ച് അതർ ഔട്ട് ഓഫ് ലവ്, നോട്ട് ഔട്ട് ഓഫ് ഡ്യൂട്ടി. അത് എന്റെ ഡ്യൂട്ടിയാണ് പിള്ളേരെ നോക്കുന്നത് എന്നുള്ളതല്ല, എന്റെ ഡ്യൂട്ടിയാണ് ഹസ്ബൻഡിനെയോ വൈഫിനെയോ അച്ഛനെയോ അമ്മയോ നോക്കുന്നുള്ളതല്ല. അവരെ നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യുക, അത് എന്റെ ഡ്യൂട്ടി അല്ല. അത് ശരിക്കും എന്റെ ഡ്യൂട്ടിയേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നുള്ളത്. എൽഡേഴ്സ്, പ്രായമായ ആൾക്കാരെ നോക്കുക. അതുപോലെ തന്നെ പുട്ട് അതേഴ്സ് ഇൻ എ ഫാമിലി ഫസ്റ്റ് ആൻഡ് യു സീ ദ ഡിഫറൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ ബാക്കി ഹസ്ബൻഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും അവർക്കൊരു പരിഗണന കൊടുക്കുകയാണെങ്കിൽ, അവരെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ സാധിച്ചാൽ ജീവിതം ശരിക്കും ഒരു ഡിഫറൻറ്റ് ആവുന്നു കാണാൻ പറ്റും. പലപ്പോഴും പല ആൾക്കാരും നമ്മളുടെ കാര്യം നോക്കുക, പ്രത്യേകിച്ചും ആണുങ്ങൾ പലപ്പോഴും സെൽഫിഷ് ആകാറുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നവരെ അവരിപ്പോ പുറത്ത് പോയില്ലേ, അവരിപ്പോ എന്ത് സുഖം പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഹൗസ് വൈഫായിട്ടുള്ള ലേഡീസിനോട് ചോദിക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട്, അവർ വീട്ടിൽ എന്ത് മല മറിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ ചോദിക്കാറുണ്ട്. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകാറുണ്ടോ? തിരിച്ചാണെങ്കിൽ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്തു വരുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാല് നമ്മളെല്ലാവരും അങ്ങോട്ട് തിരിച്ചറിയുകയും കൂട്ടിയ ഫാമിലി ഫസ്റ്റ്, അതേഴ്സ് ഇൻ എ ഫാമിലി ഫസ്റ്റ്. നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ കൊടുത്തു നോക്കുക. അപ്പൊ ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷോ ദാറ്റ് യു ആർ കെയറിങ്. നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുകയും വേണം. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മള് പലപ്പോഴും അച്ഛന്മാരോട് ഇപ്പം എന്റെ ഫാദർ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ആ കാലഘട്ടത്തിലുള്ള പല ആൾക്കാരും മക്കളോട് സ്നേഹം കാണിക്കുകയാണ്. സ്നേഹം കാണിച്ചാൽ മക്കൾ ശരിക്കും തലേ കയറും എന്നുള്ള പേടിയായി. അപ്പൊ അതൊക്കെ പോയി, ആ കാലമൊക്കെ പോയി. ഇപ്പൊ നമ്മൾ സ്നേഹം കാണിക്കുന്നതിന്, ഇപ്പൊ പിള്ളേരോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഇമോജീസ് ആയിരുന്നു അല്ലെ. അപ്പൊ എന്റെ മോനോട് ഫോണിൽ സംസാരിക്കുന്നത് നല്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതാണ്. വാട്സപ്പും ഇല്ല പുള്ളിക്ക്, അതാണ് വേറെ ഒന്നും സാധനം ഡിസ്കോഡ്. ഇതിനകത്ത് തിരിച്ചു വരുന്ന ഇമോജീസ് ആണ്, അവരാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. അതിന് പകരം നമ്മള് ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഇമോജീസിൽ ലൈഫില്ല. ഒരു വാക്കുകൾക്കാണ് ലൈഫ് എന്ന് പറയുമ്പോൾ അവർക്ക് സമയമില്ല. പലപ്പോഴും ചെയ്യാറുണ്ട്, ഇല്ല എന്നുള്ളതല്ല, വാക്കുകൾ സമയം സംസാരിക്കാറുണ്ട്. ദിവസവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് എന്തുമാത്രം സംസാരിക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് പാലിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളോട് നിരന്തരമായിട്ട് നമ്മൾ സമയം കണ്ടെത്തി സംസാരിക്കാം. കാരണം വേറൊന്നുമല്ല, ചിലപ്പോൾ ജനറൽ ടോപ്പിക് ആയിരിക്കും, ചില കാര്യങ്ങളായിരിക്കും. എത്ര പേര് ചെയ്യാറുണ്ട്? നമ്മൾ ചിലപ്പോൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന, ഞങ്ങളുടെ വീട്ടില് എല്ലാവരും ഉള്ള സമയത്ത് എന്തായാലും നിർബന്ധമായും ലഞ്ചും ഡിന്നർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് പല സമയത്തായിരിക്കും, പല വഴിക്ക് പോകും. വീട്ടിൽ ലഞ്ചിന് ആൾക്കാരോട് ഒരുമിച്ച്, ഡിന്നർ ഒരുമിച്ച് കഴിക്കുക. കാരണം എന്താണ്, അത് ഫാമിലിയിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാനോ അവസരം കിട്ടും, ഒക്കെ ചെയ്യും. പല കാര്യം അതിപ്പോ പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇല്ലാത്തവരോ ചെയ്യാം. മേക്ക് അതേഴ്സ് നോ യു കെയർ. പല ആൾക്കാരോട് നമ്മള് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ കാണിക്കാൻ മടിയാണ്. കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തോ പേഴ്സണാലിറ്റി കുഴപ്പമുണ്ടാവും തോന്നല. അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വെറുതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കും, എന്നെ കെയർ ചെയ്യുന്നു ഞാൻ നടക്കും, അവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നല്ല. നമ്മൾ വേണ്ട സമയത്ത് ഓക്കെ ഐ ആം ദേർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വെറുതെ ഒരു ഔട്ട് ഓഫ് ദി ബ്ലൂ ഒരു ഫോൺ ചെയ്യുക, വെറുതെ എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുക, അതൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകും. സോ നെവർ ഷോ ഫേക്ക് കെയറിംഗ്, ഫേക്ക് സപ്പോർട്ട്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതായത് ജെനുവിൻ അല്ലാത്ത കെയറിംഗ് സപ്പോർട്ടും ഒന്നും ഉണ്ടാകരുത്, ട്രൂ ആൻഡ് ജെനുവിൻ ഉണ്ടാക്കാം. ആൻഡ് ഫേക്ക് കെയറിംഗ് ഇസ് എ പേഴ്സണാലിറ്റി ഡിഫക്ട്. ചില ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഡിഫക്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റെ ബിസിനസ്സിനകത്ത്, ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് 10-24 വർഷം പല സമയത്തും ഇപ്പോഴാണെങ്കിൽ പോലും നമ്മളെ അടുത്ത് പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാര് നമ്മൾ ഒത്തിരി കെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങോട്ട് അവർ കെയർ കാണിച്ചു, പക്ഷെ അത് ഫേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പോഴാണ്. കാരണം അവർ കെയർ ചെയ്യുന്നതല്ല, അവരുടെ കാര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പേഴ്സണാലിറ്റി ഡിഫക്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അർഹിക്കുന്ന അവസ്ഥയോടുകൂടി, അവരെ പുച്ഛത്തോടു കൂടി നമ്മൾ അതിനെ മാറ്റി അവഗണിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, പല ആൾക്കാരും ഞാൻ കാണുന്നത് എന്താ വെച്ചാല്, നമ്മള് ശരിക്കും പറഞ്ഞാല് ബിസിനസ്സിനകത്ത്, നമ്മൾ ജീവിതത്തിനകത്ത് തന്നെ പലപ്പോഴും പല ആൾക്കാർക്കും പേഴ്സണാലിറ്റി ഡിഫക്ട്സ്. അവര് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും. അതെന്താണ്? അത് തെറ്റാണ്. അവർ ലോങ് ടൈം ഉണ്ടാകത്തില്ല, എന്നാലും ഷോർട്ട് ടൈം അവർ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും. കെയറിംഗ് ആൻഡ് ഓവർ പ്രൊട്ടക്ടിങ്. കെയറിങ്ങിന്റെ കൂടെ തന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട്, ഓവർ പ്രൊട്ടക്ട്. ചില ആൾക്കാരുണ്ട്, കുട്ടികളാണെങ്കിലും ഡൗൺലൈൻസിനെ ആണെങ്കിലും കെട്ടിപ്പിടിച്ച് അവരിങ്ങനെ നടക്കും, അവർക്കൊന്നും അവരെ കൊണ്ട് ചെയ്യാനായിട്ട് അവസരം കൊടുക്കുക. ഞാൻ ചെയ്താലേ ശരിയാവുമെന്നൊരു തോന്നലുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് വേറൊരു പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് പേഴ്സണാലിറ്റി ഡിഫക്ട് തന്നെയാണ്. അതും കാരണം എന്താ വെച്ചാൽ, ഞാൻ ചെയ്താലേ ശരിയാവുമെന്ന് തോന്നൽ ഉണ്ടാവും തോറും നമുക്ക് പ്രശ്നം ഉണ്ടാവും. സോ കെയറിംഗ് ഷുഡ് എൻഷുർ ദാറ്റ് there is a space to grow. നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, ഡൗൺലൈൻസിനെ ആയിക്കോട്ടെ, നിങ്ങൾ മുതിർന്നവരെ ആയിക്കോട്ടെ, ഏതൊരു മനുഷ്യനും സ്പേസ് വളരാനായിട്ട് ഉണ്ടാവണം. കുട്ടികൾക്ക് എല്ലാ കാര്യവും തന്നെ ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ഒരു സ്ഥലത്ത് പോകാനായിട്ട്,
അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യാനായിട്ട് പല കാര്യങ്ങളും കുട്ടികളെ സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന കാര്യം, ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ അടുത്ത പ്രാവശ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പഠിക്കാൻ വേറെ അവസരം എവിടെയാ കിട്ടുക? അവരെ വളരാനുള്ള സ്പേസ് കൊടുക്കണം. അതുപോലെ ഡൗൺലൈൻസിന് ചിലപ്പോൾ പല ആൾക്കാർ മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് മീറ്റിംഗ് ചെയ്യാൻ അവരെ ചിലപ്പോൾ ചെറിയ ലെവലിലൊന്നും നിങ്ങൾ ചെയ്യണം. ഒരു TC ATC ഒക്കെ ലെവലിൽ നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കണം. ഒരു NDO തന്നെ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഒരു DTC ഒക്കെ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് NDO മാത്രമല്ല പല ട്രെയിനിങ്ങുകളും പ്രൊഡക്ട് ട്രെയിനിങ് ഉൾപ്പെടെ ചെയ്യാൻ പഠിക്കണം. അത് അവരെ ചെയ്യാൻ പഠിപ്പിക്കണം. അവരെ ഹോം മീറ്റിംഗ് തന്നെ നിർബന്ധമായിട്ട് TC റാങ്ക് ചെയ്യാൻ പഠിക്കണം. ഒരാളെ പ്ലാൻ കാണിക്കാൻ ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ പഠിക്കണം. അങ്ങനെ ചെയ്യാൻ പഠിക്കുമ്പോഴാണ് അവർക്കൊരു സ്പേസ് ഉണ്ടാകുന്ന, അവർക്ക് വളരാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ കെയറിങ് കൂടി എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ, അല്ലെ അയാളെ നമുക്ക് ഇപ്പൊ ഒന്നും ആയിട്ടില്ല എന്ന് നമ്മൾ തന്നെ കൈപിടിച്ചുണ്ടാകും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാതെ പോകും, അവർക്കൊരു സ്പേസ് ഇല്ലാതെ പോകും. അങ്ങനെ തന്നെയാണ് ഈവൻ ഇൻ ഫാമിലി റിലേഷൻസ് ഓൾസോ ഗീവ് സ്പേസ് ടു ഈച്ച് അതർ. പലപ്പോഴും പല ആൾക്കാരും ഉണ്ട്, ശരിക്കും പറഞ്ഞാല് ഫാമിലിയിൽ ആർക്കും സ്പേസ് കൊടുക്കാറില്ല, അങ്ങ് കയറി നിറഞ്ഞു നിൽക്കുക. അതൊക്കെ തെറ്റാണ്. കെയറിംഗ് ഷുഡ് നോട്ട് ബ്ലോക്ക് സമ്മൺ എൽസസ് എബിലിറ്റീസ് ഓൾസോ. അതായത് ചില ആൾക്കാർക്ക് കഴിവുണ്ട്, നമുക്ക് ഈ ബിസിനസ് തന്നെ പ്ലാൻ കാണിക്കാനും ട്രെയിനിങ് എടുക്കാനുള്ള കഴിവുണ്ട്. ട്രെയിനിങ് എടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ട്രെയിനർ ആവാനുള്ള അല്ല നിങ്ങളുടെ ലക്ഷ്യം. ചില ആൾക്കാർ ട്രെയിനർ ആകാനുള്ള ലക്ഷ്യത്തിൽ കൂടെ നടക്കും. ട്രെയിനർ ആയില്ലോ കുഴപ്പമില്ല. ഈ ബിസിനസ്സിനകത്ത് ഒരു നല്ല ടീം നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ റോൾ മോഡൽ ആക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളില്ലെങ്കിലും തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടീം ബിൽഡ് ചെയ്യാം. ചില ആൾക്കാർ ഞാൻ ട്രെയിനറാണെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് അങ്ങ് കയറി അങ്ങ് നിറഞ്ഞു നിൽക്കുക, മറ്റൊരാൾക്ക് അവസരം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ട്രെയിനിങ്ങിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. അവരെ പഠിപ്പിക്കണം, അവരെ ചെയ്യണം. ചില ആൾക്കാർ പറയും ചില ആൾക്കാർ ട്രെയിൻ ചെയ്താലേ ശരിയാവും എന്ന് പറയും. കാരണം പലപ്പോഴും പറയാൻ അങ്ങനെ ചെയ്താൽ പറയും എന്നും പുതിയ ഇൻഫർമേഷൻ കിട്ടാണ്ട് തന്നെ ആകാശവാണി വരും. അല്ല, നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ആകെ വേണ്ട വെറി 007 അല്ല, പുതിയ ഇൻഫർമേഷൻ എവിടെന്നെങ്കിലും യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വേറെ ഒരാൾക്ക് ശ്രദ്ധിക്കുന്നതല്ല ഈ ബിസിനസ്സിന്റെ ട്രെയിനിങ്. ഐ റിപ്പീറ്റ്, ഇപ്പൊ ഈ ഡൗൺലോഡ് യൂട്യൂബിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർ പലതും കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ജീവിതം നോക്കി ഇവരൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവര് പറയുന്ന കേട്ട് നമ്മൾ എഴുതിയെടുത്ത് പിറ്റേ ദിവസം ട്രെയിനിങ്ങിൽ അവതരിപ്പിക്കാൻ നമ്മളൊന്ന് മഹാനാവുമെന്ന് തോന്നല. അങ്ങനെ ചെയ്യുന്ന നല്ല ട്രെയിനിങ്. നിങ്ങൾ പണിയെടുത്ത കാര്യം പറയണം. പണിയെടുത്ത കാര്യം പറയുന്നവരാണ് ഈ ബിസിനസ്സിനകത്ത് റിയൽ ട്രെയിനിങ്. അതിപ്പോ പറയാനായിട്ട് ഇപ്പൊ ചിലപ്പോൾ കൈയും കാലും വരയ്ക്കുമെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ബിസിനസ്സിനകത്ത് പലപ്പോഴും എന്നോട് എന്റെ ലീഡേഴ്സ് ചോദിച്ചിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ, നമുക്ക് എന്തുകൊണ്ട് പുറത്തുനിന്ന് ട്രെയിനറെ കൊണ്ടുവന്നുകൂടാ, പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടൊന്ന് ചെയ്തുകൂടാ? ഞാൻ പറഞ്ഞു വേണ്ട, നമ്മുടെ താഴെ നിന്നുള്ള ട്രെയിനർ മതി. ഇൻഫാക്ട് നമ്മുടെ ടീമിനകത്തൊരു വലിയ ചങ്ങാതി ഉണ്ട്, അദ്ദേഹം പുറത്തുനിന്നൊരു ട്രെയിനറെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാനായിട്ട് ഞാനോട് വഴക്കൂരുണ്ട്. ഞാൻ പറഞ്ഞു പറ്റിയല്ല, കാരണം അയാൾ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. എന്റെ കൂടെ ഇപ്പൊ TC ലെവലിൽ നിൽക്കുന്ന ഒരാള് ഈ ബിസിനസ്സിൽ പ്ലാൻ കാണിച്ച് TC ആയി അയാൾ ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റിനകത്ത് 10 പ്രാവശ്യം നിന്ന് പോയാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ മനോഹരമായിട്ട് ഇങ്ങനെ നിർമ്മലമായിട്ട് ഒഴുകി ഒരു പണിയെടുക്കാത്തവൻ ട്രെയിൻ ചെയ്യുന്നതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ട്രെയിനർ ആയിരുന്നു ഒരു സമയത്ത്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ട്രെയിനിങ് ഓർഗനൈസേഷൻ വരെ ഉണ്ടാക്കി. ഞാൻ സ്കൂളുകളിലും കോളേജിലും LICക്കും പല സ്ഥലത്തും ട്രെയിനിങ്. ഇപ്പോഴും എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ ആഗ്രഹമുള്ള സമയത്ത് ഞാൻ വേണ്ടത്. കാരണം നമുക്കറിയാൻ മേലാത്ത കുറെ ആൾക്കാരെ വിളിച്ച് കുറെ ട്രെയിനിങ് ചെയ്തുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവർക്ക് എന്ത് കിട്ടുമെന്ന് നമുക്കറിയില്ല. അതേ സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാര് അവര് ചിലപ്പോൾ ചെയ്യുമ്പോൾ തെറ്റായിരിക്കും, പക്ഷെ അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരെടുക്കുന്ന ആ ലെവൽ വേറെ ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ വളരെ നല്ലൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ട്രെയിനറാണ്, സെയിൽസ് ആണ്, അദ്ദേഹത്തിന്റെ സെയിൽസ് ട്രെയിനിങ് ആണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ജീവിതത്തിൽ ഒരു സാധനവും ഒരു സാധനം ഞാൻ മനസ്സിലായി. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പോലും വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വേറെ ഏജൻസിയാണ്, മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്ന ട്രെയിനിങ്ങിനകത്തെന്ന് പറയുന്നത്, ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ട് കഥയും കവിതയും അല്ലെങ്കിൽ വേറെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതും പഴയ കുറെ കോട്ടുകളും സാധനങ്ങളും ഒന്നും പറയുന്ന അല്ല ട്രെയിനിങ്. ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ട്രാൻസ്ഫറൻസ് ഓഫ് ദ ഫീലിങ്സ്, അതാണ് ട്രെയിനിങ്. ആ ട്രെയിനർ ആകണമെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങളായിട്ട് കണ്ടാൽ മാത്രം മതി. നിങ്ങൾ വലിയ സ്കില്ലൊന്നും വേണ്ട. അത് നിങ്ങളുടെ കഴിവ്, അത് ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കണം. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അങ്ങനത്തെ ട്രെയിനിങ് പുതിയ ഇൻഫർമേഷൻ എന്നും വേണം. പുതിയ ഇൻഫർമേഷൻ നോക്കി പോകുന്ന ആൾക്കാർ മനസ്സിലാക്കുക. കഴിഞ്ഞ 60 വർഷമായിട്ട് ഡെക്സ്റ്റർ യേഗർ എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനേക്കാൾ വലിയ നെറ്റ്വർക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ നെറ്റ്വർക്കർ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ, അദ്ദേഹം കൊച്ചി വന്നപ്പോൾ ഞങ്ങളാണ് അദ്ദേഹത്തിനെ ഹോസ്റ്റ് ചെയ്തത്. 3 ദിവസം ഞാനില്ല, അദ്ദേഹവും വൈഫും വന്നപ്പോൾ ആ 3 ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യം ബേസിക് കാര്യം. അദ്ദേഹത്തിന്റെ ബുക്ക് തന്നെ ഉണ്ട്, എവറിത്തിങ് ഐ നോ അറ്റ് ദ ടോപ്പ് ഐ ലേൺഡ് അറ്റ് ദ ബോട്ടം. ഞാൻ മുകളിൽ ചെന്നപ്പോൾ കണ്ട എല്ലാ കാര്യങ്ങളും താഴെ പഠിച്ച കാര്യങ്ങളാ, പുതിയ കാര്യങ്ങളെ കുറിച്ച് പോയിട്ടില്ല. അദ്ദേഹം അന്നും ഇന്നും പ്രൊമോട്ട് ചെയ്യുന്ന, അദ്ദേഹം ജീവിച്ചിരിക്കില്ല, അദ്ദേഹം ലാസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ വരെ പറഞ്ഞ ഒറ്റ ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടുന്നുള്ളൂ, ഞാൻ എന്തിനാ 10 ബുക്ക് പുതുതായിട്ട് വന്ന ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കുന്നത്, ഇത് പഠിച്ച് ചെയ്യട്ടെ, അതിനകത്ത് കിട്ടുന്നുണ്ടോ. അപ്പം ആൾക്കാർ പലപ്പോഴും ശ്രമിക്കുന്നത് പുതിയ സാധനം. അപ്പൊ അതുകൊണ്ട് എന്നും രാവിലെ 3 മണിക്കൂർ യൂട്യൂബ് കാണുക. ആ സമയത്ത് 2 പേരെ പ്ലാൻ കാണിച്ച് അവൻ ഡെവലപ്പ് ചെയ്യും.
അതിന് വരെ യൂട്യൂബ് കണ്ടിങ്ങനെ എഴുതി എഴുതി, കാരണം അടുത്ത ട്രെയിനിങ്ങിന് 4 പറയട്ടെ. ഇതാണ് സംഭവം. ഇതൊന്നും അല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറഞ്ഞ് കേൾക്കുന്നോ കേൾക്കട്ടെ, ചെയ്യുന്നോ ചെയ്യട്ടെ. പെരിയസ്വാമി എന്ന ഒരാളുണ്ട് നമ്മുടെ ബിസിനസ്സിലല്ല, അദ്ദേഹം ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയോ ഇംഗ്ലീഷ് ട്രെയിനിങ് എടുക്കുക. കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡസ്ട്രിയിൽ 6000 പേരുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ആർക്കും മനസ്സിലാകുന്നില്ല. അദ്ദേഹം അവസാനം പറഞ്ഞു, എന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഡോണ്ട് വറി, ഞാൻ ഈ ബിസിനസ് ഡയമണ്ട് ആണ്, എനിക്ക് ഒരു മാസം 40 ലക്ഷം വരുമാനമുണ്ട്, ഞാൻ മലേഷ്യ ഡബിൾ ഡയമണ്ട് ആണ്, എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ മലേഷ്യ പോയിട്ടുണ്ട്, എനിക്കൊരു മാസം അവിടുത്തെ ഇങ്ങനെ ഒരു 10-60 ലക്ഷം രൂപയുണ്ട്, എനിക്ക് വലിയ ബംഗ്ലാവ് ഉണ്ട്, 14 ഏക്കറിലാണ് അദ്ദേഹത്തിന്റെ ബംഗ്ലാവ്, ഞങ്ങൾ പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇല്ലെങ്കിൽ, ഇത് ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കേൾക്ക്, മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ അറിയാവുന്ന ഒത്തിരി ആൾക്കാർ, എനിക്കറിയാം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷും അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് ഇംഗ്ലീഷും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശശി തരൂരിനൊക്കെ ഇംഗ്ലീഷ് പറയുന്ന ഒത്തിരി ആൾക്കാർ കോട്ടയത്തുണ്ട്. ഇവന്ന് ജീവിതത്തിൽ 8000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന സ്കൂളിലൊക്കെ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പലപ്പോഴും നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ബിസിനസ്സിനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കെയറിങ്, ആൾക്കാരുടെ എബിലിറ്റീസിന് വേണ്ടി നമ്മൾ ബ്ലോക്ക് ചെയ്യരുത്. അവർ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് കുട്ടികളാണെങ്കിലും കൊച്ചിയിലും ഒക്കെ തന്നെ. ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ പലപ്പോഴും കുട്ടികൾക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിയായിട്ടുള്ള ശവമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നീ പോയി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. കാരണം അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ നടക്കുകയുള്ളൂ. സോ ദെയർ എബിലിറ്റീസ് വിൽ നോട്ട് ഷോ ഓഫ് ഇഫ് യു പ്രൊട്ടക്ട് ദം ഓവർ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവരെ തന്നെ എല്ലാ ഡൗൺലൈൻസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ, എല്ലാ ഡൗൺലൈൻസിനും വളരാനുള്ള അവസരം കൊടുക്കുക. അവര് ചെയ്യുന്നത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അതിനൊരു രീതിയുണ്ട്. അവര് വളരുന്നത് നോക്കുക, അവരെ വളർത്തുക. ദെൻ അവരെ ഒരാളുടെ കറക്ഷൻസ് പറയണമെങ്കിൽ ചില ആൾക്കാർ പബ്ലിക്കായിട്ട് ആൾക്കാരെ ശാസിക്കും, പബ്ലിക്കായിട്ട് ഇത് മോശം പറയും. അത് ചെയ്യരുത്. അപ്രീഷിയേറ്റ് ഇൻ പബ്ലിക്. ചെയ്യുന്ന കാര്യങ്ങൾ നന്മയുണ്ടെങ്കിൽ എല്ലാവരും മുന്നിൽ വെച്ച് പറയുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാറ്റി വിളിച്ച് ഒറ്റയ്ക്ക് പറയുക. പലരും തിരിച്ചെയ്യുന്നു. ചെയ്തത് നന്നായെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ച് നന്നായി കേട്ടോ എന്ന് പറയും. എല്ലാവരും ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തത് ശരിയായില്ല. അതാണ് തെറ്റ്. സോ ഡോണ്ട് ബി എ മൈസർ. നിങ്ങളൊരു പിശുക്കനാകരുത്. ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ആണ്. നമ്മൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ 2 പേരും 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് പോയാൽ ആ പോയവനെ കുറിച്ച് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. മുഖത്ത് നോക്കി നീ ചെയ്തത് ശരിയല്ലടാ എന്ന് പറയാൻ ധൈര്യം ഉണ്ടാകുന്നിടത്താണ് നിങ്ങളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂടെ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യും. അതിലെ പബ്ലിക്കായിട്ട് ചിലപ്പോൾ ആൾക്കാരെ വിമർശിക്കും, അവരോട് ഇരിക്കും. അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിഫക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് ആൾക്കാർ വെറുതെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ മനസ്സിൽ തോന്നുന്ന അങ്ങ് പറയും. മനസ്സിൽ തോന്നുന്ന പറഞ്ഞ് ഈ നാക്ക് തന്നെ ശത്രുവായ ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. സോ ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ് ആൻഡ് നെവർ ക്രിട്ടിസൈസ് സംബഡി ഇൻ ഹിസ് ആബ്സെൻസ്. ഒരാൾ ഇല്ലാത്തപ്പോൾ അയാളെ കുറിച്ച് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഞാനില്ലാത്തപ്പോ എന്നെ കുറിച്ച് കുറ്റം പറയുന്ന ഒരാള് നാളെ നിങ്ങളില്ലാത്തപ്പോ നിങ്ങളെ കുറിച്ച് അത് തന്നെ ചെയ്തേക്കാം. സെയിം ഈസ് ആപ്ലിക്കബിൾ എവരിവേ. അതായത് ഒരു വ്യക്തി ഇല്ലാത്തപ്പോ അയാളെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറയുന്ന വ്യക്തി നിങ്ങളില്ലാത്തപ്പോ നിങ്ങളെ കുറിച്ച് അത് തന്നെ ചെയ്യുന്നുള്ള മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെയായിരിക്കും നിങ്ങളെ കണക്കൂട്ടുന്നത് മനസ്സിലാക്കുക. നിങ്ങളെ റോൾ മോഡലായിട്ട് ആൾക്കാർ എടുക്കാൻ യാതൊരു സാധ്യതയില്ല. സോ നെവർ ക്രിട്ടിസൈസ് സംബഡി ഇൻ ഹിസ് ആബ്സെൻസ്. കീപ് അവേ ഫ്രം പീപ്പിൾ ഹു ബ്ലെയിം ഓർ ക്രിട്ടിസൈസ് ഇൻ ദെയർ ആബ്സെൻസ് ആൻഡ് അപ്രീഷിയേറ്റ് ആൻഡ് ഫ്ലാറ്റർ ഇൻ ദെയർ പ്രസൻസ്. ചില ആൾക്കാരുണ്ട് നമ്മളെ കാണുമ്പോൾ ഭയങ്കര പേടും. എന്റെ സാറില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ലോകം എഴുന്നേറ്റിരിക്കും, എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കും. നമ്മൾ പോയി കഴിയുമ്പോൾ പിന്നെ അയാളെ കുറിച്ച് ഒരു എന്നെ കുറിച്ച് എന്നെ ഇപ്പൊ ആരും കുറ്റം പറയുന്ന ഒത്തിരി പേരുണ്ടാവും. ഇവർ പറയട്ടെ, അവരുടെ സന്തോഷം. ഞാൻ പറയുന്നത് വെച്ചാല് ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം കുറ്റം പറയുന്നു അത്രയും അട്ട കഴിക്കേണ്ടി വരും നമ്മൾ നരകത്തിൽ ചെല്ലുമ്പോൾ. അപ്പൊ എനിക്ക് വേണ്ടി കുറെ അട്ട അവരെ കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മൾ ചിന്തിച്ചു അങ്ങനെ നമ്മുടെ ഭാവി, നമ്മുടെ മുന്നോട്ടുള്ള ഭാവി. നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരെ അവരെ വെച്ച് നമ്മുടെ ഭാവി, എന്റെ ഒരു ഗുരു എന്ന് പറയാം, അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ പ്രയോജനം തരാൻ കഴിയാത്ത ഒരാൾ നിന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അയാൾ ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരുന്നു. നമ്മൾ അതിനെ സമയം കഴിച്ചു, അങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ. എന്നോട് തന്നെ പറയണ്ട, മനോജ് സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പറയട്ടെ, സന്തോഷമല്ല, അങ്ങനെ ഉറങ്ങുമല്ലോ പറഞ്ഞിട്ട് പറയട്ടെ. നമ്മളെന്തിനാ അതിനെ കുറിച്ച്, ഞാൻ ആരാന്ന് എനിക്കറിയാത്തിടത്തോളം കാലം അയാൾക്ക് ഈ പറയുന്ന പുള്ളിക്ക് ആരാന്ന് അവരാരാന്ന് അവർക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവരിങ്ങനെ കുറ്റം പറഞ്ഞു നടക്കും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ ചെയ്യേണ്ട അവരെ ഒന്ന് മാറി നടക്കുക, അവരെ ഓടി ഒളിക്കാൻ. അവരെത്ര മനോഹരമായിട്ട് സംസാരിച്ചാലും നമ്മളെ പബ്ലിക്കായിട്ട് കാണുമ്പോൾ അയ്യോ സാറില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടന്നേനെ എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഉപയോഗിക്കാൻ കുറ്റം പറയുന്നത്. മനസ്സിലാക്കാം. ഇവരാണ് ശരിക്കും നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാര്യയായിട്ട് വരാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്താൻ കഴിയുന്നത്ര സ്ഥാനങ്ങൾ ഞാൻ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് ഭാര്യയായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിലാക്കുക, ദേ ആർ നോട്ട് നെവർ മോഡൽസ് ഓർ എക്സാമ്പിൾ. അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രസ് ചെയ്തും ഭയങ്കരമായിട്ട് പെർഫ്യൂം അടിച്ചൊക്കെ വരും. പക്ഷെ അവർ എക്സാമ്പിൾസോ മോഡൽസോ അല്ല, അവര് ജെനുവിൻ അല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും. നാളെ നിങ്ങളെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന അങ്ങനെ ആകാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. സോ ക്രിട്ടിസൈസ് ആൻ ആക്ടിവിറ്റി, അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തി
നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നേരിട്ട് പറയാ, അയാളോട് പറയാ നീ ചെയ്ത ഇന്ന ആക്ടിവിറ്റി തെറ്റിപ്പോയി, നീ ശരിയായില്ല എന്നുള്ളതല്ല. നമ്മളെപ്പോഴും പറയുന്നത് എന്താ, നീ ശരിയായില്ല എന്നുള്ളതല്ല, നീ ചെയ്തത് ശരിയായില്ല, നീ ചെയ്ത ഇന്ന ആക്ടിവിറ്റി ശരിയായില്ല. അത് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ പറഞ്ഞു കൊടുക്കണം. നീ ചെയ്തത് ശരിയായില്ല എന്ന് ഞങ്ങൾ പോയാൽ എന്താ ചെയ്യാതെ, അങ്ങനെയല്ല. നീ ചെയ്ത ഇന്ന ആക്ടിവിറ്റി ശരിയായില്ല, അത് ഇങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരാളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇഫ് യു വാണ്ട് ടു കറക്റ്റ് എ പേഴ്സൺ, ക്രിട്ടിസൈസ് ദി ആക്ഷൻ, നോട്ട് എ പേഴ്സൺ. ഒരു വ്യക്തിയും മോശം വ്യക്തികളല്ല, എല്ലാ വ്യക്തികൾക്കും നന്മയുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന ചില ആക്ടിവിറ്റി ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കാം. എവ്രി വൺ ഹാസ് ഗുഡ്നസ്, സം ആക്ഷൻസ് മേ ബി റോങ്. എല്ലാ മനുഷ്യർക്കും നന്മയുണ്ട്, ചില കുറ്റങ്ങൾ ഉണ്ടായേക്കാം, അത് സാരമില്ല. അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യാം. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പറയാൻ നീ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പറയാം. കാരണം അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചോദിക്കും ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ മുഖത്ത് നോക്കിയാൽ പറയാറുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് അവസാനം ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അയാൾ പറയും അങ്ങനെയാണോ സാറേ ചെയ്തത്? അപ്പൊ ചിലപ്പോൾ ഡിസ്കഷൻ വരും. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എല്ലാം അറിയാവുന്ന ആരെ ഈ ലോകത്തുള്ളൂ? ആരുമില്ല. എല്ലാം ശരിയായിട്ട് ചെയ്യുന്ന ആരെ ഈ ലോകത്ത്? ആരുമില്ല. സോ മേക്ക് ഷുവർ യു ക്ലിയർ യുവർ ഇന്റൻഷൻ ആൻഡ് റീസൺ വൈ യു ക്രിട്ടിസൈസ്. ഞാൻ ഇതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളത് പറയാനുള്ള ഉത്തരവാദിത്വം നിൽക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും വഴക്ക് പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് നീ അത് മുന്നോട്ട് പോകുക, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് അല്ലെ ഇന്ന ആളുമായിട്ട് നീ കൂട്ടുകൂടണ്ട ഇങ്ങനെ പറയും. കാരണം അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്. കാരണം അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിനകത്ത് പൂർണ്ണത ഉണ്ടാവും. മനസ്സിലാവും. ബി എ പീപ്പിൾ ബിൽഡർ. ആൾക്കാരെ ബിൽഡ് ചെയ്യുന്ന ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ആൾക്കാരെ സ്നേഹിക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക. അവരുടെ ഓരോ സമയത്തും അവര് കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തിക്ക് ഒരു ഡിഗ്രി എങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് എങ്കിലും കൂടുതൽ മനസ്സിലായെങ്കിൽ, ഒരു പോയിന്റ് എങ്കിലും ബിസിനസിനെ കുറിച്ച് മനസ്സിലായെങ്കിൽ, ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ചിന്തിക്കാൻ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് അയാളെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം മതി. പക്ഷെ അങ്ങനെ എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കും. സോ 6 മാസം കൊണ്ട് ചിലപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും, ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സോ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കെയറിംഗ് ഡസ് നോട്ട് മീൻ യു ഓൾവേസ് പ്രൈസ് സമ്മൺ. എപ്പോഴും നമ്മൾ കെയർ ചെയ്യുമ്പോൾ ആൾക്കാരെ അങ്ങനെയാട്ടോ ശരിയാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കെയറിംഗ് സമയത്ത് നമ്മൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ കളിയാക്കും, എല്ലാം ചെയ്യും. പക്ഷെ അതെല്ലാം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കേണ്ട പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഒരാളുടെ സ്റ്റോറി പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം കെയറിംഗിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം 2029 ഒരു മഴയുള്ള ദിവസം ഫാദർ ചിറമേൽ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള ഒരു പള്ളിയിലച്ഛന്റെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നു. അവർ വന്നപ്പോ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ നാട്ടിൽ ഒരാൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് കുറച്ച് പൈസ വേണമായിരുന്നു. ആ പൈസ എങ്ങനെ റൈസ് ചെയ്യാൻ അച്ഛൻ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് അവിടെ എത്തിയത്. അദ്ദേഹം ഈ കിഡ്നി ആവശ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഗോപിനാഥൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യനാണ്. 47 വയസ്സായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ കിഡ്നി മാച്ച് ആകുന്നില്ല. വൈഫിന്റെ കിഡ്നി ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ മാച്ചിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അങ്ങനെ മാച്ചിങ് കറക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. ഫാദർ ചിറമേ ലാസ്റ്റ് ഹൂ ഇസ് ദ ഡോണർ. അദ്ദേഹം ചോദിച്ചു ആരായി ഡോണർ എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു ഡോണറായിട്ട് കിട്ടിയിട്ടില്ല, കാശ് കൊടുത്ത് മേടിക്കണം. ഒരു ഏജന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഇല്ലീഗലാണ്. ഒരു അവയവദാനം ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് അവയവം വിൽപ്പന എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. അവയവം വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും ഇവരുടെ ആവശ്യം പ്രമാണിച്ച ഒരാളും അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കിഡ്നിയൊക്കെ ദാനം ചെയ്യുന്ന ആൾക്കാർ, കിഡ്നിയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, ദാനം ചെയ്യാൻ പറ്റും. 10, 15, 25, 30 ലക്ഷം രൂപയ്ക്ക് കിഡ്നി വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഏജന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കിഡ്നി എന്തുകൊണ്ട്, അതേ ഫാദർ ആലോചിച്ചു തെറ്റല്ലേ. അപ്പൊ ഫാദർ ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് എന്റെ കിഡ്നി കൊടുത്തുകൂടാ. അത് പെട്ടെന്ന് ആലോചിച്ചു. ഞാനൊരു പുരോഹിതനല്ലേ, ഞാൻ ഒത്തിരി നല്ല കാര്യം പറയുന്നതല്ലേ, എന്റെ കിഡ്നി എന്തുകൊണ്ട് കൊടുത്തുകൂടാന്ന് ചോദിച്ചു. അപ്പൊ ആൾക്കാരെ ഡിസ്കറേജ് ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യും, ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം അവരിങ്ങനെ നാട്ടിലൊക്കെ പല ആൾക്കാർ ഇല്ലീഗലായിട്ടൊരു പരിപാടി ചെയ്യുകയും വേണ്ട, എനിക്കൊരു കിഡ്നി 2 കിഡ്നിയും വർക്കിംഗ് ആണ്, ഒരെണ്ണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ പല ആൾക്കാരും സഭയിൽ നിന്ന് തന്നെ എന്റെ അറിവിൽ പല മുതിർന്ന ആൾക്കാർ പോലും അദ്ദേഹത്തിനെ ഡിസ്കറേജ് ചെയ്തെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അത് ഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ കിഡ്നി മാച്ച് ചെയ്തു, അത് സക്സസ്ഫുള്ളി മാറ്റി. പക്ഷെ അദ്ദേഹം ഒരു കണ്ടീഷനെ വെച്ചുള്ളൂ, ഞാൻ ഈ കിഡ്നി കൊടുക്കുമ്പോൾ ഈ ഗോപിനാഥന്റെ വൈഫ് കിഡ്നി കൊടുക്കാൻ തയ്യാറാണത് മാച്ചിങ് അല്ല, പക്ഷെ അവരുടെ കിഡ്നി മറ്റൊരാൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ചെയിൻ ഉണ്ടാക്കി ദി കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഒരു ഫൗണ്ടേഷൻ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ കിഡ്നിയാണ് ആദ്യം ദാനം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കാം, 1 രൂപ പോലും മേടിക്കാതെ ജീവിതത്തിൽ യാതൊരു പരിചയമില്ലാത്ത ഒരാൾക്കാണ് കൊടുത്തതെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പല ആൾക്കാരെ അതിനെക്കുറിച്ച് അവെയർ ആക്കാൻ ശ്രമിച്ചു, പല ആക്ടിവിറ്റീസും ചെയ്തു. അങ്ങനെ പല ആൾക്കാർ റെഡിയായി. അങ്ങനെ എന്റെ അറിവില്
ഞാൻ ഒരു വർഷം മുമ്പ് ഇത് ഫോളോ ചെയ്തപ്പോൾ 100ഓളം ആൾക്കാർ ഇതിന്റെ ഭാഗമായിട്ട് കിഡ്നി ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള സാധനം, ഒരു ദിവസം കേരളത്തിലെ അക്കാലത്തെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ഒരാളുടെ ഫോൺ വന്നത്. അദ്ദേഹത്തിന്റെ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി വി ഗാർഡിന്റെ ഓണർ, കേരളത്തിൽ ബിസിനസ് തുടങ്ങി ഏറ്റവും കൂടുതൽ വിജയിച്ച ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫോൺ വന്നു, ഞാൻ എന്റെ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. എല്ലാരും ഞെട്ടിപ്പോയി. അച്ഛൻ ചിറമേൽ അച്ഛനും ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഫാദർ കൊച്ചൗസഫിന് കിഡ്നി, അദ്ദേഹത്തിന് ആസ്തി 10-14 കോടി ആസ്തി ഉണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശ്നമാവും. അത് പ്രശ്നമാണെന്ന് പറഞ്ഞാല് അദ്ദേഹം അച്ഛൻ ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ അതിന് പകരം മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, എന്റെ കിഡ്നി വർക്കിംഗ് ആണെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, വി ഗാർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരെ ഉടക്കി, ഞങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങും, നിങ്ങൾ കിഡ്നി കൊടുത്താൽ. അവർ നിങ്ങൾ ഇറങ്ങിയാലും ശരി, ഞാൻ കിഡ്നി കൊടുക്കാൻ പോകുന്നു. കാരണം അതാണ് ജീവിതത്തിൽ കെയറിങ്, അതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഉലഹന്ന എന്ന് പറഞ്ഞ കോട്ടയംകാരൻ ഒരാൾക്കാണ് കിഡ്നി കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് ജനറോസിറ്റി, അതാണ് കെയർ. ഞാൻ നിങ്ങളോട് കിഡ്നി കൊടുക്കാനൊന്നും അല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ വരെ ചെയ്യുന്ന ആൾക്കാർ ജീവിതത്തിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഈ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഒരാൾക്ക് ഒരു നന്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണത എത്തിയിട്ടുണ്ടോ? അത് നിങ്ങൾ നമ്മൾ വെറുതെ ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ വാചകടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശരിയായ എഫക്റ്റീവ് ആയിട്ട് പൂർണ്ണതയിൽ എത്തിച്ചിട്ടുണ്ടോ? ഇത് ചെയ്യാതെ കുറെ പൈസയ്ക്ക് വേണ്ടി ഓടുന്നതുകൊണ്ട് എന്താ കാര്യമുള്ളൂ? നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ ദൈവത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യും. ഈ ബിസിനസ്സിൽ കൂടെ എത്ര പേരെ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കാം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ജീവിതത്തിൽ വരുമാന മാർഗമാകാം, കുറച്ചുകൂടെ നന്നായിട്ട് ചിന്തിക്കാൻ പഠിക്കാം, ഒരു ആരൊക്കെയോ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കാം. ശരിയല്ലേ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നോക്കണം. അതാണ് ശരിക്കുള്ള ബ്ലെസ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഫാദർ ചിറമേൽ കിഡ്നി അച്ഛൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ കൂടുതൽ കേൾക്കുന്നുണ്ടാവും. ഇതാണ് ചിറ്റിലപ്പള്ളി കൊച്ചൗസഫ്. ഇദ്ദേഹത്തിന് 10,000 കോടി ആസ്തിയുള്ള വ്യക്തി സ്വന്തമായിട്ട് കിഡ്നി ഒരാൾക്ക് കൊടുത്തത് ലോകത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ റോൾ മോഡലായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും കൊടുക്കാനല്ല, കൊടുക്കുന്നതിനെ കുറിച്ചല്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരാളെ അൺകണ്ടീഷണൽ ആയിട്ട് നമ്മൾ സഹായിച്ചുകൂടാ? ഈ ബിസിനസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വരുമാനം ഇല്ലായിരിക്കും, പക്ഷെ വേറൊരാളെ കണ്ടുപിടിച്ച് ഒരാളെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടാ. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. യു റിയലി ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഇഫ് യു റിയലി കെയർ എനഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ശരിക്കും കെയറിംഗ് ആയിട്ട് വന്നാൽ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തില് എല്ലാ ആൾക്കാർക്കും എല്ലാ സ്ഥലത്തും ഡു യുവർ ഷെയർ. നിങ്ങൾ എന്ത് ചെയ്യുക? ബി കെയറിംഗ് ടു യുവർ വൈഫ്, ഹസ്ബൻഡ്, പാരന്റ്സ്, ചിൽഡ്രൻ, പാർട്ട്നേഴ്സ്. ഈ ബിസിനസ്സിലുള്ള എല്ലാവരും നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആണ്. നിങ്ങളുടെ പാരന്റ്സിനോട്, നിങ്ങളുടെ കുട്ടികളോട്, നിങ്ങളുടെ ഭാര്യയോട്, എല്ലാവരോടും നിങ്ങൾ കെയറിംഗ് ചെയ്യുക. ടു യുവർ അപ്ലൈൻസ്, ടു യുവർ ഡൗൺലൈൻസ്, ടു യുവർ ടീം. കെയർ ഫോർ ദ സ്ട്രോങ്ങർ പീപ്പിൾ ഓൾസോ. ചില ആൾക്കാരുണ്ട്, 2 കുട്ടികളുണ്ടെങ്കിൽ അവർ വീക്കർ ആയിട്ടുള്ള ആളെ മാത്രം കെയർ ചെയ്യും, സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യും. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്യണം, വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്യണം. വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ ചിലപ്പോൾ കൂടുതൽ കെയർ ചെയ്യാൻ ഡസൻ മാറ്റർ, പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യരുത്. 2 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ കെയർ ചെയ്യാൻ, അയാളാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അയാളാണ് ചിലപ്പോൾ ബാക്കി 2 പേരെ കൂടെ ടേക്ക് കെയർ ചെയ്യാൻ പോകണം. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുക. എവ്രിതിങ് ഇൻ ദ വേൾഡ്, ലോകത്തിലുള്ള എന്ത് കാര്യത്തിനും നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുക. ബി എ റിയൽ ഹ്യൂമൻ ബീങ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുക. കാരണം നമുക്ക് ഈ ബിസിനസ്സിൽ കൂടെ ഒത്തിരി പേരെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സക്സസ് ബറി ഗ്ലോബൽ ഈസ് ദെയർ ടു സപ്പോർട്ട് യു. ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ട്. വി ആർ എയിമിംഗ് ഫോർ ദ വെരി ഡേക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. SBG ഈസ് യുവർ ഗോൾഡൻ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് പറകാനുള്ള സ്വർണ്ണ ചിറക്കുകളാണ് സക്സസ് ബറി ഗ്ലോബൽ. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ചിറകുകളോടൊപ്പം പറക്കണം, എഴുതി നടക്കരുത്. മഴവില്ലിന്റെ മുകളിൽ പറക്കണം, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരെ കൂടെ ചേർന്ന് പറക്കണം. ആ സമയത്താണ് നമുക്ക് ജീവിതത്തിൽ പലതും ചെയ്യാൻ പറ്റുക. സോ റിപ്പീറ്റ് ആഫ്റ്റർ മീ. നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ട കാര്യമാണ്, ഐ ആം ദി ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണ്. യു ആർ നോട്ട് ദ ലീസ്റ്റ്, യു ആർ ദി ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ആണ്. ആൻഡ് യു ഡിസേർവ് ദ ബെസ്റ്റ്. നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഐ ഹാവ് ദ ബെസ്റ്റ്. എന്റെ കയ്യിൽ ഏറ്റവും കൂടുതലുണ്ട്. ഐ ആം ഇഗ്നൈറ്റഡ്. ഞാൻ എക്സൈറ്റഡ് ആണ്, ഇഗ്നൈറ്റഡ് ആണ്, ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. സോ ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ. ഈ അച്ഛനെ കുറിച്ച് എപ്പോഴും ആലോചിക്കുക. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത് കാണിച്ച വ്യക്തിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ നമുക്കും ഉണ്ടാവണ്ടേ. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ഒത്തിരി അവസരങ്ങളുണ്ട്. കെയർ സംബഡി, കെയർ എവ്രി വൺ, ഡൗൺലൈൻ, അപ്ലൈൻ. നിങ്ങൾ നാട്ടിലും വീട്ടിലുള്ള എല്ലാവരെയും കെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ സെയിം ടൈം വിത്ത് അനദർ ലീഡർ. എല്ലാവരും മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇതിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് നാളെ രാവിലത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു.